അപ്പൊ തുടങ്ങാല്ലേ? എനിക്കല്ല, നിനക്കൊക്കെയാണ് കഴപ്പ്. കേട്ടല്ലോ, സന്തോഷായി. പണത്തിനോട് ആർത്തി തോന്നുമ്പോ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിക്കും. ഈ കാശെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എനിക്ക് വെറുതെ വഴിന്ന് കിടന്ന് കിട്ടിയ മരം കുലുക്കിയപ്പോ വീണൊന്നും അല്ല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് കുറെ എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവും, ഞാനത് ചെയ്യും. കാരണം അത് എന്റെ ഇഷ്ടമാണ്. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ, സത്യം പറയാം, എയർ ബാഗ് വിട്ടുവെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. ഭയങ്കര സംഭവം. അല്ലാണ്ട് വണ്ടി നശിപ്പിക്കാനാണെങ്കിൽ വണ്ടി നേരെ എടുത്ത് വല്ല കുപ്പയിട്ടാ പോരാ, അല്ലെങ്കിൽ എനിക്ക് പെട്രോൾ എടുത്ത് കത്തിച്ചാ പോരാ. സോറി ഗൈസ്, ഒരു ആവേശത്തിന് പറഞ്ഞു പോയാ അറിയാണ്ട്. ഓക്കെ, നിങ്ങളപ്പ ഇതൊക്കെ വിട്. ഇതുവരെ ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറ എടുത്തുകൂടെ? എനിക്കിത് അറിയത്തുള്ളൂ. കാർ ഓടിക്കാനും പറഞ്ഞു, പിന്നെ മാപ്പുതാക്കി ആക്കണം. ഇവരൊക്കെ എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ അതറിയാമായിരുന്നേ നിങ്ങളെ കൊണ്ട് ഈ വടം ഉണ്ടാക്കാൻ നടക്കുകയില്ലായിരുന്നല്ലോ. വല്ല കോളേജിൽ പഠിപ്പിക്കാൻ പോകത്തില്ലായിരുന്നു. വരുമ്പോ എല്ലാ കഷ്ടകാലം കൂടെ ഒരുമിച്ച് വരുമെന്ന് പറയത്തില്ല ഗൈസ്. ഉള്ളതാണ് ഗൈസ്, ഉള്ളതാണ്.